ഒരു പരിധിവരെ ഭൂതഗണങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ മാന്ധാതാവിന് സാധിച്ചു അത്രേ. എന്നാൽ ഭഗവതിയെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ദേവി അങ്ങോട്ട് കയറി വന്ന ശിവലിംഗത്തിൽ കയറി പിടിച്ച് വലിക്കാൻ തുടങ്ങി. മാന്ധാതാവ് മറ്റേ ഭാഗത്തു നിന്നും വലിക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ പിടിവലിയായ സമയത്ത് സാക്ഷാൽ മഹാദേവനും ശ്രീപാർവതിയും ഒപ്പം ദേവിയുടെ കയ്യിലൊരു കുഞ്ഞ് ഗണപതി ഭഗവാൻ ഉണ്ടായിരുന്നു എന്നാണ്. മൂന്നുപേരും കൂടെ ചേർന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇനി ഈ വിഗ്രഹം ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതില്ല, ഞങ്ങൾ ഇവിടെ സാന്നിധ്യം ചെയ്തോളാന്ന് മാന്ധാതാവിനോടും ഭദ്രകാളിയോടും പറഞ്ഞു അത്രേ. അപ്പൊ ദേവി ചോദിച്ചു, ഞാനിവിടെ വന്നതിന് എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കൊണ്ടുവരാനാണ് ഞാൻ വന്നത്, അങ്ങ് പറയണു ഇപ്പം ഇത് ഇവിടെ ഇരുന്നോട്ടെ എന്ന്, ഇനി ഞാൻ എന്ത് വേണം? ആ സമയത്ത് ഭഗവാൻ തൻ്റെ മകളോട് പറയണു, ഇവിടെ നിന്റെ ഒരു വലിയ ക്ഷേത്രം കാലാന്തരത്തിൽ ഉയരപ്പെടും, അവിടെ തിരുമാന്താകുന്നില അമ്മയായിട്ട് ജനങ്ങൾ വന്ന് നിന്നെ തൊഴും, നീയും ഞാനും എവിടെ ഒരുമിച്ചിരിക്കുന്നോ അവിടെ എന്നേക്കാൾ കീർത്തി നിനക്കുണ്ടാവുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ്.